ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. നടികർ തിലകം എന്ന സിനിമയുടെ ഫസ്റ്റ് പ്രദർശനം കഴിയുമ്പോൾ സിനിമ എങ്ങനെയെന്നുള്ളൊരു ചോദ്യമാണ്. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ കാര്യങ്ങളായിട്ട് വന്നിരുന്നു. പക്ക ഒരു ഡീസൻറ്റ് സിനിമ എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോയിരുന്നത്. മികച്ച താരങ്ങൾ വലിയ താരനിരയോട് കൂടി തന്നെ വരുന്നു. ഡീസൻറ്റ് പെർഫോമൻസ് ആണ്, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫും സിനിമയ്ക്ക് മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ബോറടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് മികച്ച നടീനടന്മാരുണ്ട്, അവരുടെ ഒരു ഓർഡിനറി പെർഫോമൻസ്, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അല്ല, പക്ഷേ ആ പെർഫോമൻസ് പക്ക ഡീസൻ്റ് ആയിട്ട് പോയിരിക്കുന്നു. അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കഥ പറയുന്ന, സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന സിനിമ എന്ന് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അതായത് ഒരു സൂപ്പർ താരത്തിൻ്റെ കഥ തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ശ്രീനിവാസൻ സിനിമകൾ കണ്ടിട്ടുണ്ട് കോമഡിയായിട്ട്, അതേപോലെ ഉദയനാണ് താരം കണ്ടിട്ടുണ്ട്. അതൊക്കെ ഏത് റേഞ്ചിലാണ് നമ്മളിലേക്ക് ടച്ച് ചെയ്ത് അതേ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട് നടികർ തിലകം എന്ന സിനിമയും എന്നുള്ളതാണ്. ഇത് ഒരു യൂത്ത് വിങ്ങിൽ വരുന്ന സൂപ്പർ താരത്തിൻ്റെ കഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ തന്നെ അതാണ് ഇതിൻ്റെ കഥയായിട്ട് പോകുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ആളുകളെ തീർച്ചയായും 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് വെച്ചിട്ട് എടുത്തു പറയാൻ ഭീകര സംഭവം എന്ന് പറയാനുമില്ല. പക്ക ഡീസൻ്റ് ആയിട്ടൊരു സിനിമ കാണുകയാണ്. എങ്ങും കുറവുകളും കൂടുതലും ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണെങ്കിൽ തീർച്ചയായും നടികർ തിലകം നല്ല ഒരു സിനിമ എന്നുള്ള ലെവലിൽ തന്നെയാണ് പോകുന്നത്. ഇത് ഇനീഷ്യലിൽ വരുന്ന റിപ്പോർട്ടുകളാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള പല സിനിമകൾ ചെയ്യുമ്പോഴും ആദ്യ റിപ്പോർട്ടുകൾ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വന്നിട്ട് പിന്നീട് മാറുന്ന കാണാം. പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് തുടക്കം മുതലേ ആരും ഈ സിനിമയെ അങ്ങ് ഭയങ്കര ഹൈപ്പിലേക്കോ അല്ലെങ്കിൽ ഭയങ്കര രീതികളിലേക്കോ കൊണ്ടുപോകുന്ന കാണുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ അവർ ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫും ഡീസൻറ്റ് സെക്കൻഡ് ഹാഫുമാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങൾ ആരും തന്നെ ഒന്നിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ അല്ലെങ്കിൽ പൂർണ്ണമായും വിശ്വസനീയം എന്ന ഉള്ള ഒരു റിവ്യൂ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമ വമ്പൻ വിജയമാകട്ടെ. 25 കോടിക്ക് അടുത്തുള്ളതാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത്. നല്ല റിച്ച് കളർഫുൾ ആയിട്ടുള്ള മൂവി എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ടോവിനോ സിനിമകളൊക്കെ തന്നെ നമുക്ക് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. നല്ല ക്വാളിറ്റി വൈസ് ആണ് സിനിമയുടെ ചിത്രീകരണങ്ങൾ, കാര്യങ്ങൾ, BGM എല്ലാം തന്നെ മികച്ച രീതിയിലാണ്. പിന്നീട് ലാൽ ജൂനിയറിൻ്റെ സംവിധാനമാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട മിക്ക സിനിമകൾ, ഹണീബിയൊക്കെ പോലെയുള്ള സിനിമകൾ നമ്മൾ കണ്ടതാണ്. മികച്ച രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് യൂത്ത് വിങ്ങിനെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ സിനിമയും യൂത്ത് വിങ്ങിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തുമെന്ന് തന്നെയാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.